അല്ല ബാക്കി നിങ്ങൾ മീഡിയ വൺ തുടക്കം മുതൽ പ്രത്യേകിച്ച് മീഡിയ വണ്ണിൻ്റെ ഭാഗത്തു നിന്ന് തുടക്കം മുതൽ എങ്ങനെ BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണം എന്നതായിരുന്നു നിങ്ങളുടെ ഓരോ ചോദ്യങ്ങളും നിങ്ങളുടെ ഓരോ റിപ്പോർട്ടിങ്ങും. പക്ഷേ മാധ്യമ പ്രവർത്തകരോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഞാൻ ഒരു ചോദ്യം എന്ന് പറയുകയും അത് 4ഉം 5ഉം ചോദ്യമാക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ ഡീൽ വിവാദത്തെ കൊണ്ടുവരണം എന്നുള്ളതാണ് താല്പര്യം. നിങ്ങൾക്ക് ഈ കോട്ടയം അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലകളിലൊക്കെ BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. അതിനിടയ്ക്കാണ് ഇപ്പോൾ FCRI നിയമ ഭേദഗതി വരുന്നത്. സ്വാഭാവികമായിട്ട് എല്ലാ ക്രിസ്ത്യൻ ഈ സംഘടനകളും അതോടൊപ്പം തന്നെ ഈ ബിഷപ്പുമാർ ഉൾപ്പെടെ ഉള്ളവര് ഞാനിപ്പോ ഒരു 1-2 ആളുകളുമായിട്ട് ഞങ്ങളിപ്പോൾ സംസാരിക്കുന്ന ഒരു മീറ്റിംഗ് അകത്ത് നടക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞ് സമയമില്ലാത്ത സമയത്താണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. അല്ല ബാക്കി നിങ്ങൾ മീഡിയ വൺ തുടക്കം മുതൽ പ്രത്യേകിച്ച് മീഡിയ വണ്ണിൻ്റെ ഭാഗത്തു നിന്ന് തുടക്കം മുതൽ എങ്ങനെ BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണം എന്നതായിരുന്നു നിങ്ങളുടെ ഓരോ ചോദ്യങ്ങളും നിങ്ങളുടെ ഓരോ റിപ്പോർട്ടിങ്ങും. പക്ഷേ മാധ്യമ പ്രവർത്തകരോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ഞാൻ ഒരു ചോദ്യം എന്ന് പറയുകയും അത് 4ഉം 5ഉം ചോദ്യമാക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഈ ഡീൽ വിവാദത്തെ കൊണ്ടുവരണം എന്നുള്ളതാണ് താല്പര്യം. നിങ്ങൾക്ക് മാത്തൂരിലേക്ക് യാത്ര ചെയ്യാൻ വയ്യ, അവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് പിരായിരിയിലേക്ക് ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് എന്താണ് അത് ഞാൻ പത്രസമ്മേളനം വിളിച്ച് മാധ്യമ പ്രവർത്തകരോട് പറയും. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ഉത്തരം കിട്ടാനായിട്ട് എന്ത് വിധി ഇത് എന്ന് പറഞ്ഞതുപോലെ വല്ലാത്ത ചതിയാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോ. കാരണം NMR റസാഖുമായിട്ട് വലിയ ഒരു ഡീലുണ്ടാക്കി. NMR റസാഖിനെ കാണാൻ സുരേഷ് ഗോപിയെ പറഞ്ഞയച്ചു. പിണറായി വിജയനുമായി RSSുമായി കൂടിക്കാഴ്ച നടത്തി. അങ്ങനെയൊക്കെയാണ് NMR റസാഖിനെ പാലക്കാട്ട് പ്രതിഷ്ഠിച്ചത്. പക്ഷേ പാലക്കാട് അതങ്ങനെ പ്രതിഷ്ഠിച്ചു എന്ന് മാത്രമല്ല, നരേന്ദ്രമോദി വരുന്നു. നരേന്ദ്രമോദിയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് തോണ്ടി. രാഹുൽ മാങ്കൂട്ടം നരേന്ദ്രമോദിയെ പിച്ചി ചീന്തി ചവിട്ടിക്കുട്ടി വേസ്റ്റ് ബിന്നിലേക്ക് തള്ളി. അവിടെയും തീർന്നില്ല. രമേശ് പിഷാരടിയാണെന്ന് പറഞ്ഞപ്പോൾ ശോഭാ സുരേന്ദ്രന് കുറച്ചൊക്കെ ഒരു ആശ്വാസമുണ്ടായിരുന്നു. എന്നാൽ പാലക്കാടിൻ്റെ മണ്ണിൽ കാലുകുത്തിയ രമേശ് പിഷാരടിയോ അതിനേക്കാളേറെ അപകടകാരി. തൊട്ടതും പിടിച്ചതും ഒക്കെ പൊന്നാക്കിക്കൊണ്ട് പാലക്കാടിൻ്റെ മണ്ണിൽ രമേശ് പിഷാരടിയും ജയിച്ചതാകത്ത് നടത്തുക. അതിൻ്റെ തൊട്ട് പിന്നാലെ ഷാഫി പറമ്പിൽ കൂടി എത്തിയ പാലക്കാടേക്ക്. ഷാഫി പറമ്പിൽ കൂടി വന്നിറങ്ങിയ പാലക്കാട് കോട്ട മൈതാനിയിൽ നരേന്ദ്രമോദി പ്രസംഗിക്കുന്നു. ഷാഫി പറമ്പിൽ പാലക്കാടിൻ്റെ തെരുവോരങ്ങളിലൂടെ ഗ്രാമപ്രദേശങ്ങളിലൂടെ ഒരു റോഡ് ഷോ അങ്ങോട്ട് നടത്തുന്നു. ഡൽഹിയിൽ നിന്ന് വന്ന നരേന്ദ്രമോദി അടപടലം തേഞ്ഞൊട്ടി. മനസ്സിലായില്ലേ? നരേന്ദ്രമോദി വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച്, സ്ത്രീ സുരക്ഷയെക്കുറിച്ച്, യുവതികളെക്കുറിച്ച്, അമ്മമാരെക്കുറിച്ച് തിരിച്ച് 4 ചോദ്യം. നരേന്ദ്രമോദിയുടെ ഭാര്യ യശോദാബെന്നിനെ കുറിച്ച് മറുപടിയില്ല. അവർ സ്ത്രീയല്ലേ? ആണ്, പക്ഷേ മറുപടിയില്ല. അതുപോലെ കായിക താരങ്ങളെക്കുറിച്ച്, മണിപ്പൂരിനെ കുറിച്ച്, എന്തിന് നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ വേണ്ടി നടത്തിയ ക്രൂരതകളെ കുറിച്ച്, അവരൊന്നും സ്ത്രീകളായിരുന്നില്ലേ? മറുപടിയില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും മൂഞ്ചി തൊലിഞ്ഞു നിൽക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. ഞാനിങ്ങനെ കേൾക്കുകയാണ് കേരളത്തില് മാധ്യമ പ്രവർത്തകര്, ശോഭാ സുരേന്ദ്രൻ ഓരോ തവണയും വോട്ട് നില ഉയർത്തി. നിങ്ങളൊരു കാര്യം ആലോചിക്കൂ. ഈ ശോഭാ സുരേന്ദ്രൻ എത്ര തവണ മത്സരിച്ചു? കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ എത്ര തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു? ഇന്ന് നിമിഷം വരെ എവിടെയെങ്കിലും വിജയിച്ച് കയറാനായോ? എത്ര തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു? വോട്ട് നില കൂട്ടി. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. കഴിഞ്ഞ 2024 ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് നിന്ന് രാഹുൽ മാങ്കൂട്ടം വിജയിച്ച് കയറിയത് 18,806 വോട്ടിനാ. 18,806 വോട്ടിന്. മനസ്സിലായില്ലേ? ആ 18,806 വോട്ട്. അതിന് മുമ്പ് ഷാഫിക്ക് എത്രയാ ഭൂരിപക്ഷം? അതിൻ്റെ മുൻപ് ഷാഫിക്ക് എത്രയാ ഭൂരിപക്ഷം? അപ്പോൾ UDFും പാലക്കാട് അത് UDFിൻ്റെ ഉറച്ച കോട്ടയാ. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാലക്കാട്ടുകാർക്ക് നരേന്ദ്രമോദിയോ പിണറായി വിജയനോ ശോഭാ സുരേന്ദ്രനോ NMR റസാഖോ ഇതൊന്നല്ല പാലക്കാട്ടുകാരുടെ വിഷയം.
പാലക്കാട്ടുകാരുടെ വിഷയം എന്ന് പറയുന്നത് അത് ഷാഫി പറമ്പില. മനസ്സിലായില്ലേ? ഷാഫി 3 തവണയായി ഇപ്പൊ പാലക്കാട്ടേക്ക് എത്തുന്നത്. ഈ 140 മണ്ഡലങ്ങളിൽ മോടി നടക്കുന്ന ഷാഫി 3-ാം തവണയും കഴിഞ്ഞ ദിവസം പാലക്കാട്ടേക്ക് എത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ശോഭാ സുരേന്ദ്രന് ഒരു MLA ആവണം. നിങ്ങൾ കുറച്ച് കാലം മുമ്പ് ശോഭാ സുരേന്ദ്രൻ്റെ 1 കോടി രൂപയുടെ ചില ഡീലുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ NMR റസാക്കിനെ സ്ഥാനാർത്ഥിയാക്കിയത് വഴി ഇതുപോലെ 1 കോടി രൂപയുടെ ഡീലാണ് നടന്നിരിക്കുന്നത്. ഡീലുകൾ പലതുണ്ട്. സാമ്പത്തിക ഡീലാണ് ഞാൻ പറയുന്നത്. സാമ്പത്തികമായ ഡീല് 1 കോടി രൂപയുടെയാണ്. അതിൽ 25 ശോഭാ സുരേന്ദ്രനുള്ളതാ. ശോഭാ സുരേന്ദ്രൻ ഈ പറയുന്ന പൊതുപ്രവർത്തനത്തിനിറങ്ങിയത് പുണ്യം കിട്ടാനൊന്നല്ല. ശോഭാ സുരേന്ദ്രന് വ്യക്തമായിട്ടും കൃത്യമായിട്ടും അധികാരം വേണം, പണം വേണം. അതിനു വേണ്ടി മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ ഇറങ്ങിയത്. അപ്പോൾ ഈ അധികാരത്തിന് വേണ്ടിയാണ് പാലക്കാട്ടേക്ക് എത്തിയത് ശോഭാ സുരേന്ദ്രനൊക്കെ. ഇപ്പം എന്താ FCRA വിഷയത്തിൽ ശോഭാ സുരേന്ദ്രനോട് പ്രതികരണം തേടുമ്പോൾ ശോഭാ സുരേന്ദ്രൻ വല്ലാണ്ട് കലിപ്പിലാകുക. എന്താ കാര്യം? അടപടലം മൂഞ്ചി BJP എന്നുള്ളതാ. ചിലയിടത്തൊക്കെ കേക്കും വീഞ്ഞും കിരീടവും ഒക്കെ പലതും കൊണ്ടുപോയി കൊടുത്തിട്ട് ചില സഭാ നേതൃത്വത്തെ ഒക്കെ പിടിച്ച് പോക്കറ്റിലിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം FCRA ബില്ല് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? അവതരിപ്പിച്ചു കഴിഞ്ഞു. അതും പ്രാബല്യത്തിലാക്കും. വഖഫ് ബില്ലും CAയും NRCയും മുത്തലാഖ് ബില്ലും ഒക്കെ അവതരിപ്പിച്ചപ്പോൾ കൈയടിച്ചവര് ഇനി ഊമ്പേണ്ടി വരും. മനസ്സിലായില്ലേ? ഇനി എനിക്ക് പറയാനുള്ളത്, സംഘ് പരിവാറിനെ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പലർക്കും മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ കാലിനടിയിലെ മണ്ണടക്കം മാന്തിയെടുത്തിട്ട് അവരടങ്ങൂ എന്ന് മുൻപ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അത് അവർ പ്രാവർത്തികമാക്കും. എന്താണ് FCRA ബില്ല്? ഈ ബില്ല് നടപ്പിലായാൽ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാ? മുസ്ലിം സമുദായത്തെയാണോ? അല്ല. ഹിന്ദുവിനെയാണോ? അല്ല. ബുദ്ധനെയാണോ? അല്ല. സിഖുകാരനെയാണോ? അല്ല. ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് ആരെയാണ്? ഈ പറയുന്ന ക്രൈസ്തവരെയാണ്. എന്താണ് FCRA ബില്ല്? വിദേശ സഹായങ്ങൾ വഴി ഫണ്ട് സ്വീകരിച്ച് ഇവിടെ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ, അതിലൂടെ ഉണ്ടാക്കിയെടുത്ത സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കെ കേന്ദ്ര സർക്കാർ അങ്ങ് എടുത്തുകൊണ്ട് പോകും. എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കോരി തൊട്ടി മുകളിലെത്തിയപ്പോൾ ഓട്ടത്തൊട്ടിയാണ്. ഇതാണ് അവസ്ഥ. ഇത്രയും കാലം പല ഫണ്ടുകൾ, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് കെട്ടിപ്പടുത്തതൊക്കെ കേന്ദ്ര സർക്കാർ അങ്ങ് വലിച്ചു മൂക്കിൽ വലിക്കാൻ പോവുക. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത്, ഇവര് ഈ അരമനയിലിരിക്കുന്ന കുറേ പിതാക്കന്മാരെ വിലക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൂടെ എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാകുമെന്നാണ് കരുതിയത്. പക്ഷേ വളരെ കൃത്യമായ സമയത്ത് നരേന്ദ്രമോദിയും അമിത്ഷായും ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു. വെരി ഗുഡ്. ഇപ്പം എന്താണ് അവസ്ഥ? BJPയുടെ എന്താണ് അവസ്ഥ? മറുപടി പറയാൻ പോയിട്ട് ആ FCRA എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ കലിയിളകാണ്. നിങ്ങൾ ശോഭാ സുരേന്ദ്രനെ കേട്ടില്ലേ? ഇതൊക്കെ ശോഭാ സുരേന്ദ്രനൊക്കെ വലിയ സ്വപ്നങ്ങളും വലിയ പ്രതീക്ഷയിലുമായിരുന്നു പാലക്കാട്. ഇപ്പം FCRA വരുന്നതിന് മുമ്പ് തന്നെ വലിയ ബുദ്ധിമുട്ടില്ല. കാരണം എന്താ? പിഷാരടി വന്നു. പിഷാരടിക്ക് പിന്നാലെ ആര് വന്നു? ഷാഫി പറമ്പിലും വന്നു. പിന്നെ ഒരുത്തൻ അങ്ങ് അടൂരിലുണ്ട്. അവിടെ ഇരുന്ന് അവനിക്ക് പിന്നെ പുറത്തിറങ്ങാതെ തന്നെ കാര്യങ്ങൾ നടത്താൻ പറ്റും. ശോഭാ സുരേന്ദ്രനൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടി പണിയെടുക്കും പോലെ പണിയെടുത്തിട്ടും ഒരു എഫക്റ്റും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എന്നാലോ രാഹുൽ മാങ്കൂട്ടം അടൂരിലെ വീട്ടിലിരുന്നിട്ട് ഒരു 4 വരി സെന്റൻസ് ഫേസ്ബുക്കിൽ ടിം തരികിടത്തോം എന്ന് പറഞ്ഞതുപോലെ നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്ന് വിമാനം കയറി പാലക്കാട്ട് കോട്ട മൈതാനിയിൽ വന്നിട്ട് ആരോ എഴുതി കൊടുത്തത് അങ്ങനെ
കിട്ടുകിട്ട ഘോരം തള്ളി മറിച്ചിട്ടും ഒരൊറ്റ 4 വരി സെന്റൻസിൽ രാഹുൽ മാങ്കൂട്ടം ചുരുട്ടിക്കൂട്ടി മൂലക്കിട്ടു. തീർന്നു, വെടിക്കെട്ട് തീർന്നു. അത്രേ ഉണ്ടായുള്ളൂ. അതിനിടയിൽ കൂടി പാലക്കാട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ജനം ടി വിക്കാര്, ഇത് സ്ഥിരം ഏർപ്പാടാണ് വരുന്നത്, ഒരു ചങ്ങാതിനെ കൊണ്ടുവന്ന് അവൻ ഫുൾ ടൈം തള്ളിയാണ്, കള്ളനാണ്, മോഷ്ടാവാണ്, ഒക്കെയാണ്. പേരെന്താണ്? പേര് ഞാൻ പറയുന്നില്ല. പക്ഷെ ജനം ടി വി പറഞ്ഞ പേരെന്താ? ഉമ്മറാണ്. ആരാണ്? മോദിയുടെ ഫാനാണ്. നോക്കുമ്പോൾ ഏതാ ചങ്ങാതി ജയിലിൽ നിന്ന് ഇപ്പം ഏറ്റവും ഒടുവിൽ പാലക്കാട്ടെ ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടറെ ഫോണ് കട്ടതിന് ജയിലിലായിട്ട് പുറത്തിറങ്ങിയിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. അവൻ്റെ സ്വദേശം എവിടെയാ? എറണാകുളത്ത്. ഇവൻ പാലക്കാട് കോട്ട മൈതാനിയിലാണ് ഇവൻ്റെ വ്യവഹാരങ്ങൾ കുറച്ചു കാലമായിട്ട്. ഈ പോക്കറ്റടിയും പിടിച്ചുപറിയും ഒക്കെ, കിടത്തവും ഉറക്കവും ഒക്കെ കോട്ട മൈതാനിയില്ല. പേര് മറ്റൊരു പേരാണ്, പീറ്ററാണ്. പീറ്ററിനെ ഉമ്മറാക്കിയിട്ട് കോട്ട മൈതാനിയിൽ പീറ്ററിനോട് പറഞ്ഞ് ഒരു ഫുള്ള് വാങ്ങിത്തരാം, ഉമ്മറാകണം, മോദിയെ ഒന്ന് പുകഴ്ത്തണം. ഉടനടി സോഷ്യൽ മീഡിയ പൊക്കി, കയ്യോടെ ആളെ പൊക്കി. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് വല്ലാത്തൊരു വെപ്രാളത്തിലാണ് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ളവര്. മനസ്സിലായില്ലേ? രാഹുൽ മാങ്കൂട്ടം ഒരു ഭാഗത്തിരുന്ന് പണിയെടുക്കുന്നു, മറുഭാഗത്ത് രമേശ് പിഷാരടി ആവശ്യത്തിലധികം പണിയെടുക്കാതെ തന്നെ അതങ്ങനെ എണ്ണയിട്ട യന്ത്രം പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരാള് ഇടയ്ക്കിടയ്ക്ക് പാലക്കാട് വരുന്നു. ഒരു വരുത്തിന് തന്നെ എല്ലാ പണിയും ശോഭാ സുരേന്ദ്രനൊക്കെ ഒരു 4-5 ദിവസം എടുത്ത പണി തകർക്കാൻ 1/2 മണിക്കൂർ 1 മണിക്കൂർ അയാൾ ആ പാലക്കാട്ടേക്ക് വന്നാൽ മതി. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇപ്രാവശ്യവും മൂഞ്ചുമെന്നുള്ളത് ശോഭാ സുരേന്ദ്രന് നല്ല വ്യക്തമായ ബോധ്യമായിട്ടുള്ള കാര്യമാണ്. ആ മൂഞ്ചൽ തന്നെയാണ് ഇത്തരം വേവലാതികളിലേക്കും ആവലാതികളിലേക്കും ഇവരെ കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ ഒരു വെപ്രാള. FCRA കുറിച്ച് മിണ്ടാൻ പറ്റൂല. അത് കേൾക്കുന്നത് തന്നെ ഇപ്പൊ കലിയാണ്. ചോദ്യങ്ങൾ ചോദിച്ചാൽ വലിയ. ഇന്നലെ വേറൊരു ചങ്ങാതി ചോദിച്ചപ്പോൾ എണീറ്റ് ഓടുകയാണ്, എൻ്റെ സമയം കഴിഞ്ഞു. എന്താ വേറെ പണി? ഒരു പണിയില്ല. എന്താ പണി? പൊതുപ്രവർത്തകരാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, മറുപടി ഇല്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ശോഭാ സുരേന്ദ്രനും ആകെ കലിപ്പില. ഒരു പാലക്കാട്ടേക്ക് വരുമ്പോൾ, പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ, അങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ചെറിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. പാലക്കാട്ട് പിഷാരടിയുണ്ട്. പിഷാരടിയെ വിജയിപ്പിക്കാൻ പാലക്കാട്ട് ഷാഫിയുമുണ്ട്. ഒരുത്തനും പാലക്കാട് കണ്ട് പനിക്കേണ്ട കാര്യമില്ല. പാലക്കാട്ട് നിങ്ങളെയൊക്കെ വേസ്റ്റിലേക്ക് വലിച്ചെറിയും. അതിനി ഏത് വലിയ സംഘപരിവാറുകാരനാണെങ്കിലും, അതിനി നരേന്ദ്രമോദിയാണെങ്കിലും അത് തന്നെ സംഭവിക്കും. പാലക്കാട് NMR റസാഖുമായിട്ട് കോടികളുടെ ഡീലുണ്ടാക്കിയിട്ട് പാലക്കാട്ട് വന്നിറങ്ങിയ ശോഭാ സുരേന്ദ്രന് എന്ത് ലാഭം? ഒരു 25 ലക്ഷം കിട്ടി. അതാണ് ലാഭം ഈ കളിയിൽ.